കേരളം അടിമുടി മാറുമോ? ഇതറിയാം നമ്മുടെ സ്ഥാനാർത്ഥി രേഷ്മയിൽ നിന്നും. എങ്ങനെ പോകുന്നു പ്രചരണമൊക്കെ? നന്നായി പോകുന്നു. എല്ലാരും എന്റെ മകളെ പോലെ കണ്ടു തുടങ്ങി. ഓഹോ, മാഡത്തിന് ഈ പ്രദേശമൊക്കെ നന്നായിട്ട് അറിയാലോ. പിന്നെ എന്റെ സ്വന്തം നാട് പോലെ തന്നെയാ ഞാൻ ഇപ്പൊ ഇതിനെല്ലാം കാണുന്നേ. എല്ലാരും എന്റെ മകളെ പോലെയാ കാണുന്നേ. ഓ, അതെ അതെ. ഓക്കെ. അപ്പൊ മാഡം ഈ ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഇവിടെ ജങ്കാറില്ല. അപ്പൊ ഇവിടെ ഒരു പാലുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? എന്താ? ഞാൻ MLA ആയ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു പാലം പണിയാന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെ പാലം പണിയും ഇവിടെ സുഖമല്ലേ ഇത്? ഒരു പാലം പണിതാ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? പക്ഷെ കടൽച്ചാലാണെങ്കിൽ എന്താ പ്രശ്നം? കപ്പല് പോകണ്ട്. പാലത്തിന്റെ അടിയിൽ കൂടി കപ്പല് പോണം. പിന്നൊരാഗ്രഹം കൂടി ഉണ്ട് കേട്ടോ. സുൽത്താൻ ബത്തേരിയിൽ ഒരു ട്രെയിൻ. എന്റെ നാടല്ലെങ്കിൽ പോലും ഞാൻ അതും നടത്തും. സുൽത്താൻ ബത്തേരിയിൽ ട്രെയിൻ കൊണ്ടുവരും? അതെ, സുൽത്താൻ ബത്തേരിയിൽ ട്രെയിൻ കൊണ്ടുവരണം എന്നാണ് എന്റെ മറ്റൊരാഗ്രഹം. എല്ലാ ആൾക്കാരും എനിക്ക് വേണ്ടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. എന്നെ ഒരു വളർത്തുമോളെ പോലെ എല്ലാരും കാണണം. കാണില്ലേ? മാഡത്തിന് മുന്നത്തെ പാർട്ടി പ്രവർത്തനമായിട്ടുള്ള എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? എനിക്കൊരു ഭർത്താവും ഉണ്ട്, ഒരു മോനും ഉണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നാട് മാറ്റുമെന്ന് തന്നെയാണ് മാഡം പറയുന്നത്.